യാത്ര ചെയ്യാനായി ഇഷ്ടമില്ലാത്തവരായി ആരാണുള്ളതല്ലേ? അപ്പോൾ വീണ്ടും ഒരു യാത്ര. ക്രിയേറ്റീവ് വ്ലോഗ്സ് ബൈ റാസിൻ്റെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു കുട്ടി ട്രാവൽ വ്ലോഗാണ്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിലെ പാലോടിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ശാസ്ത്ര ഗവേഷണ സ്ഥാപനമാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഇന്നത്തെ യാത്ര അവിടേക്കാണ്. അപ്പോൾ നമുക്ക് കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഇതിനകത്തുണ്ട്. നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തു. അപ്പോൾ ആ കയറുന്നിടത്ത് തന്നെ കൗണ്ടറുണ്ട്, അതിനകത്തുനിന്ന് ടിക്കറ്റും എടുത്തു. അപ്പോൾ നമ്മളിതിൽ ഉള്ളിലെ കാഴ്ചകൾ കാണാനായിട്ട് പോകുവാണ്. ഈ ഒരു സ്ഥാപനം നിലവിൽ വന്നത് 1979 നവംബർ 17 തെക്കേ ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ സസ്യങ്ങളുടെ ശേഖരം ഇവിടെയാണുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ നമ്മൾ ആദ്യം തന്നെ കയറിയപ്പോൾ 2 സെക്ഷനായി തിരിയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ സെക്ഷനിൽ കയറി. അപ്പോൾ ഇവിടെ തന്നെ പാമ്പിൻ്റെ ഒരുപാട് കളക്ഷൻസാണ് ഇവിടെ ഉള്ളത്. എല്ലാം കാടിൻ്റെ ഒരു ഫീൽ തരുന്ന രീതിക്കാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കാട് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ. അപ്പോൾ ഇതിനുള്ളിലായിട്ട് പലതരം പാമ്പാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാം കാടിൻ്റെ ഒരു ഫീൽ തരുന്ന രീതിക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ കൂടെ നടക്കാനായിട്ട്. കാടിൻ്റെ ഒരു ഫീല് തന്നെ നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റും. ചീവിടുകളുടെ സൗണ്ടും എല്ലാം നമുക്കൊരു കാടിൻ്റെ ഫീല് തന്നെ നമുക്ക് ആസ്വദിച്ച് നടക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു പാമ്പിൻ്റെ സെക്ഷൻ കഴിഞ്ഞ് നമ്മളിത് ആ കവാടത്തിലൂടെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പോവുകയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് നമ്മുടെ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ. അപ്പോൾ നമ്മളിത് ഇതേപോലെ നടന്ന് മുകളിലേക്ക് കയറുവാനായിട്ട് പോകുവാണ്. അവിടെയല്ലല്ല ഒരു ചേഞ്ചിന് എന്തോന്ന് ലെയർ ഉണ്ടാക്കാം. അവിടെ കണ്ട ഒരു ഇലയുടെ തണ്ടിൽ നിന്ന് ഇതേപോലെ ബബിളുകൾ പറത്താനായിട്ട് പറ്റുമായിരുന്നു. ഞാനും മോനും ഇത് ആദ്യമായിട്ടാണ് കണ്ടത്. നിങ്ങളിത് നേരത്തെ കണ്ടിട്ടുണ്ടോ എന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. മുടിച്ചെടുത്താ എനിക്കറിയാം.
നമ്മളിവിടെ ഇരുന്ന് കുറച്ച് നേരം ഫോട്ടോയൊക്കെ എടുത്തു, കുറച്ച് നേരം നമ്മളിവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ തിരിച്ച് വീണ്ടും പാർക്കിങ്ങിൻ്റെ ആ ഒരു സെക്ഷനിലോട്ട് നടന്നു. പിന്നെ നമ്മുടെ കാറ് പാർക്ക് ചെയ്യുന്നതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് മുകളിലോട്ടൊരു റോഡ് കാണും, ക്യാൻറ്റീൻ എന്നൊക്കെ ബോർഡ് വെച്ചിട്ടുള്ള ആ ഒരു റോഡ് കയറി ചെന്നാൽ അതേപോലെ ബാമ്പു, ഒരുപാട് പല ടൈപ്പ് ഓഫ് ബാമ്പു സെറ്റ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി സ്ഥലം കാണാനായിട്ട് പറ്റും. നമ്മളത് ഇതേപോലെ കയറി കുറച്ചങ്ങ് താഴോട്ട് പോയി. പിന്നെ നമ്മൾ പോകുമ്പോൾ എപ്പോഴും വർക്കിംഗ് ഡേയ്സ് തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. സാറ്റർഡേ സൺഡേ ആകുമ്പോൾ അതിനകത്തുള്ള ചെറിയ ചെറിയ കൗണ്ടറുകളെല്ലാം ക്ലോസിങ് ആയിരിക്കും. വർക്കിംഗ് ഡേയ്സിൽ മാത്രമാണ് അതെല്ലാം കയറി കാണാനായിട്ട് പറ്റുന്നത്. നമ്മുടെ പിക്ചർ പ്ലാന്റ്സും അതുപോലെയുള്ള വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് എല്ലാം ആ ഒരു കൗണ്ടർ അതിനകത്തായിരിക്കും അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വന്നത് തന്നെ സാറ്റർഡേ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു സെക്ഷനൊന്നും കയറി കാണാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ എന്തായാലും വർക്കിംഗ് ഡേയ്സ് വരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.